ഒരു ജനതയുടെ സ്വപ്നങ്ങൾ തകർന്നു വീഴാൻ തെറ്റായ ഒരു തീരുമാനം മതിയാകും. ഇനിയുള്ള യൂറോ കപ്പിലെ മത്സരങ്ങൾ ഏറെ നിർണായകമാകുന്നതും അതുകൊണ്ട് തന്നെ. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഫുട്ബോളിലെ ഏറ്റവും സുന്ദരമായ ഒരു അധ്യായത്തിന് ഒരു ശുഭാന്ത്യം കൊതിക്കുന്നവരാണ് ഏറെയും. റൊണാൾഡോ അത് അർഹിക്കുന്നുമുണ്ട്. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ പോർച്ചുഗീസ് ആരാധകരുടെ നെഞ്ചിടിപ്പും വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം കിരീടത്തിലേക്കുള്ള വഴി ഏറെ പ്രയാസം നിറഞ്ഞതാണ്. എല്ലാ പ്രതിബന്ധങ്ങളും മറികടക്കാമെന്ന ദൃഢനിശ്ചയത്തോടെ പോർച്ചുഗൽ തയ്യാറാകുമ്പോൾ സ്ലൊവേനിയക്കെതിരായ പ്രീ ക്വാർട്ടർ മത്സരം ഇതാ വന്നെത്തിയിരിക്കുന്നു. നാളെ ജൂലൈ 1 രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ മത്സരം നടക്കുന്നത്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്ലൊവേനിയയെ ഒരു ചെറിയ എതിരാളിയായി കണ്ട് ആരെഴുതി തള്ളിയാലും പോർച്ചുഗലിന് അതിന് സാധിക്കില്ല. കാരണം എതിരില്ലാത്ത 2 ഗോളുകൾക്ക് സ്ലൊവേനിയ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയിട്ട് 3 മാസങ്ങൾ പൂർത്തിയാവുന്നതേയുള്ളൂ. പ്രീ ക്വാർട്ടറിലെത്തുമ്പോൾ പോർച്ചുഗലിനെ ആശങ്കയിലാഴ്ത്തുന്ന ഘടകങ്ങളേറെയുണ്ട്. ടീമിൽ ഒത്തിണക്കമില്ലാത്തത് തന്നെയാണ് പ്രധാന പ്രശ്നം. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ പോർച്ചുഗൽ ഈ മത്സരത്തിനായുള്ള തന്ത്രങ്ങൾ മെനയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഗ്രൂപ്പ് സ്റ്റേജിൽ ഗോൾ കണ്ടെത്താനാകാതെ പോയ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ മത്സരത്തിൽ തന്റെ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ക്രിസ്ത്യാനോയിൽ പൂർണ്ണ വിശ്വാസമുള്ള കോച്ച് റോബർട്ടോ മാർട്ടിനസ് സ്റ്റാർട്ടിംഗ് 11 റൊണാൾഡോയെ പുറത്തിരുത്തി ഒരു പരീക്ഷണത്തിനും മുതിരാൻ സാധ്യതയില്ല. പോർച്ചുഗലും സ്ലൊവേനിയയും തമ്മിലുള്ള ഈ മത്സരം ഇന്ത്യയിൽ ടെലിവിഷനിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നത് സോണി സ്പോർട്ട് നെറ്റ്വർക്കാണ്. സോണി ലൈവ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മൊബൈൽ ഫോണിലും ഈ മത്സരം കാണാൻ സാധിക്കും. ഈ മത്സരം കാണാനുള്ള മറ്റു മാർഗ്ഗങ്ങൾക്കായി താഴെ കൊടുത്തിട്ടുള്ള നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യൂ. സ്ലൊവേനിയയുടെ വെല്ലുവിളി മറികടന്ന് പോർച്ചുഗൽ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.